നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കൂന്തൽ നിറച്ചത് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ലീവിന് വീട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് ഒരു അവസരം കിട്ടിയത്. രാവിലെ നീച്ച് വന്നപ്പോഴാണ് ഞാനാ കാഴ്ച കണ്ടത്. എന്താന്നല്ലേ, കൂന്തൽ ഓൺ ദ സ്പോട്ട് ഒരു 10 കൂന്തൽ ഞാനങ്ങോട്ട് മാറ്റി വെച്ചു. നമുക്ക് പിന്നെ കൂന്തൽ നന്നാക്കാൻ അറിയത്തോണ്ട് നമ്മളെ ഉമ്മനെ ഏൽപ്പിച്ചു. അങ്ങനെ ഉണങ്ങാൻ വെച്ചിന്റെ ഷോളും നാളെ പോകുമ്പോൾ കൊണ്ടുപോണി. ലിങ്സിനായിട്ട് വെല്ലുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇന്ന് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കണം. ഇതിന്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാണ്ട് പുറത്തേക്ക് വന്നത് നല്ല വെയിലുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ മഴ പെയ്യൂന്നൊരു ഡൗട്ട്. പിന്നെ തേങ്ങ പൊളിക്കാൻ നമുക്ക് നമ്മുടെ ഉമ്മന്റെ സഹായം വേണം. സിലൊട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഉണക്കാൻ വെച്ചത് അവിടെ വെച്ചുകൊണ്ട് നമ്മൾ കിണറ്റിൽ വെക്കുമെന്ന് പറഞ്ഞിട്ട് മിക്സി കുറച്ച് അപ്പുറത്ത് കൊണ്ടുവച്ചു. തേങ്ങയും പച്ചമുളകും കൊച്ചുള്ളിയും കരിവേപ്പിൻ്റെ എല്ലാം കൂടി ഇതുപോലെ ചതച്ചെടുത്തിട്ട് മാറ്റിക്കണം. ഒരു പാൻ എടുക്കുക. ആദ്യം അരച്ചു വെച്ച സാധനം ഇടുക. ഉപ്പിട്ട് വയറ്റുക. ഒരു ചെറിയ തക്കാളി എന്നിട്ട് വയറ്റുക. പിന്നെ അരച്ചു വെച്ച തേങ്ങ കൂടെ നമുക്ക് മസാല, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്. നമ്മുടെ ജീരകത്തിന്റെ പൊടിയാണ് എടുത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയിൽ ജീരകം ഇട്ടിട്ട് അരയ്ക്കും ചെയ്യും. ആവശ്യത്തിന് ഉപ്പ്. പച്ചമണം മാറണവരെ ജസ്റ്റ് ഒന്ന് വയറ്റിയ ഇനി ഈർക്കിളി തപ്പാൻ പോകണം. വീടിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു മരം. ഒന്ന് ഈർക്കിളി വരച്ച് കൂന്തൽ നിറച്ച് ഈർക്കിളി വേവിച്ചപ്പോഴാണ് ഞാൻ അനഗ്നമായ സത്യം മനസ്സിലാക്കി. 10 കൂന്തലുള്ളൂ, ഒരു കൂന്തൽ പൊട്ടിപ്പോയി. ഇപ്പോൾ ഒരു പാൻ എടുത്ത് വെളിച്ചെണ്ണ ഞാൻ വെറും മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ മാത്രം ഇട്ട് തട്ടി ചൂടാകുമ്പോൾ കൊണ്ടേ ഇടരുത്, കരിയും. സിമ്മിലാക്കിയിട്ട് വേണം പൊടികൾ ഇടാൻ. എന്നിട്ട് വേവിച്ച് വെച്ച കൂന്തലും കൂടെ ഇട്ടാൽ ഇതുപോലെ ഐറ്റം കിട്ടും. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ.